ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സാം സ്ട്രാക്ക്. ഞാൻ നിങ്ങളുടെ കൂട്ടുകാരൻ സാം. ഞാൻ ശ്രീഹരി. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കച്ചിത്തോട് ഡാം കാണാനാണ്. അതെ, ചെക്ക് ഡാം കാണാനാണ് വന്നിട്ടുള്ളത്. ചെക്ക് ഡാം കാണാനാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ എവിടെയായിട്ടാണ് വഴി? മാടക്കത്തറ ഭാഗമായിട്ടുള്ള മാടക്കത്തറ ഭാഗം. ഇതില്ല, മറ്റൊരു സ്ഥലമില്ലേ, നമ്മള് ഒരു സ്ഥലത്ത് ട്രിപ്പ് ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും ട്രിപ്പ് പോകുന്ന സ്ഥലമില്ലേ, ഈ അടുത്ത് അടച്ചിട്ടു എന്നൊക്കെ പറഞ്ഞത്, പട്ടത്തിപ്പാറ. അതിനടുത്തേക്ക് പട്ടത്തിപ്പാറക്കൊക്കെ അടുത്ത്, അതായത് പട്ടത്തിപ്പാറ വെള്ളച്ചാട്ടമൊക്കെ ഇല്ലേ, അതിന്റെ ഒക്കെ അടുത്തായിട്ടാണ്. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോണത് കച്ചിത്തോട് ചെക്ക് ഡാമാണ്. ഇതാണ് നമ്മുടെ കച്ചിത്തോട് ചെക്ക് ഡാം കേട്ടോ. ചെക്ക് ഡാമിൻ്റെ ഒരു ഭാഗമാണിത്. അപ്പോൾ നമ്മളിത് അങ്ങോട്ട് ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, അപ്പോൾ അതുമ്മയ്ക്ക് അങ്ങോട്ട് കയറുക. അവിടെ നിന്നിട്ട് നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ കച്ചിത്തോട് ചെക്ക് ഡാം. അതിൻ്റെ ചുറ്റും മലയും കാര്യങ്ങളൊക്കെ കേട്ടോ. ആ ഏരിയ ഒക്കെ ഫോറസ്റ്റ് ഏരിയ ആണ് മേലേക്കുള്ളത്. പിന്നെ ആ കാണുന്ന അവിടെയുള്ള വഴികളും കാര്യങ്ങളൊക്കെ പണിതിപ്പോൾ വരുന്നുള്ളൂ തോന്നുന്നുണ്ട്. അവിടെ അതൊരു പാലം പോലത്തെയൊക്കെ പണിത് സെറ്റായിക്കൊണ്ടിരിക്കുക. ഇത് പിന്നെന്താ മോട്ടർ വെക്കണ സ്ഥലം തോന്നുന്നുണ്ട്, അറിയില്ല. ഇവിടെ എവിടെ കുളിക്കാനിറങ്ങാൻ പറ്റും. അവിടെയോ ഇവിടെയോ നമുക്ക് നോക്കിയേക്കാം. അവിടെ ചേട്ടനുണ്ടെന്നോ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ, പക്ഷെ അവിടെ എന്താ ഒരു കെട്ടി വെച്ചിട്ടുണ്ട്, അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ. അല്ല, അങ്ങടല്ല, അത് പോവാം. ഓ, ഇതാ ഇവിടെ സ്റ്റെപ്പ് പോലെയൊക്കെ ഉണ്ട് തോന്നുന്നില്ലേ? ഇല്ല അല്ലേ? ഇല്ല. ഈ പാലം കണ്ട. ഓ, ഇതാണ് ചെക്ക് ഡാമിൻ്റെ. ഇവിടെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് അവിടെയൊക്കെ നമുക്ക് സ്റ്റെപ്പും കാര്യങ്ങളുണ്ട്, അത് അവിടെ ഇറങ്ങാം. ഷിപ്പ് ഉണ്ടോയെന്ന് അറിയില്ല. ഉണ്ടാ. പിന്നെ ഇതാ ശുദ്ധജല വിതരണ പദ്ധതിയുടെ ഒരു ഭാഗമായിട്ടുള്ളൊരു ഇതാട്ടത്. പിന്നെതാ കെ രാജൻ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഉണ്ടാക്കിയതാണെന്നാണ് പറഞ്ഞതൊക്കെ ഉണ്ടാ. വെള്ളം ശുദ്ധീകരണ സ്ഥലം. പിന്നെതാ ഇവിടെ വരണ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ മുന്നേ കടക്കാൻ പറ്റുമായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇറിഗേഷൻ കാര്യം നമ്മൾ ഇതാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളും തൽക്കാലത്തേക്ക് ഇറങ്ങാൻ നോക്കുന്നില്ല. നൈസായിട്ട് കണ്ടാ. ഇതുപോലെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ. ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ടുവരണല്ലേ? കൊണ്ടുവരുമായിരിക്കും. അവിടെ കണ്ട അത് പണിത് വരുന്നുള്ളൂ. അത് സൈഡൊക്കെ കണ്ട, അതും അവിടെ മറ്റേ കയറി നിൽക്കാനുള്ള വഴിയൊക്കെ പണിയുണ്ട്. അപ്പൊ മിക്കതും ഇത് കുറച്ച് കഴിയുമ്പോൾ നല്ല രസമാക്കി മാറ്റിയിരിക്കും ഇവര്. അതിനുള്ള ഒരു സ്ഥലമുണ്ട് ശരിക്കും. നമ്മുടെ പൂമല ഡാമിന്റെ ഇതിന്റെ ഒക്കെ ഒരു എന്താ അങ്ങനത്തെ നല്ല വ്യൂ ഉള്ള സ്ഥലം അല്ലേ. ഇവിടെ നല്ല തണുപ്പുണ്ട് ഈ സമയത്തൊക്കെ വന്നിട്ടില്ലേ. പിന്നെ അവിടെ മണ്ണിടിണ്ട്, അതാ റോഡ്. അതൊക്കെ മറ്റേ കല്ല് വെച്ച് കെട്ടി വരണം. കെട്ടാനുള്ള പരിപാടിയൊന്നും ഉണ്ട് അവർ മുഴുവൻ. അതുകൊണ്ടാണ് ആൾക്കാരെ ഇപ്പൊ വരാറ്. ഇങ്ങോട്ട് നടന്നു നോക്കിയാടാ. അങ്ങോട്ട് കിടക്കാൻ പറ്റുമോ? അങ്ങോട്ട് നടക്കാൻ പറ്റും. നടന്നാൽ മതി. നടക്കുന്നോണ്ട് കുഴപ്പമില്ലല്ലേ? നമുക്കന്ന് പോയിട്ട് വരാം. ഡാമിനെ പറ്റി അന്വേഷിച്ചപ്പോൾ അത്ര വലിയ കാര്യങ്ങളൊന്നും അറിയാൻ പറ്റില്ല. ഇതാണ് ചെക്ക് ഡാമിൻ്റെ മെയിൻ ഭാഗം, അതായത് വെള്ളം നിറഞ്ഞിട്ട് പോണ സ്ഥലം. അങ്ങോട്ട് പോണത് ഇവിടുന്ന്. ഇവിടുത്തെ നാട്ടുകാരൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാം. അതന്നെ വൈകിട്ട് ഈ സമയത്തൊക്കെ മഴക്കാറായതുകൊണ്ട് തോന്നുന്നു നല്ല സുഖം വീട്ടിരിക്കും. പിന്നെ ഈ ഭാഗം ഓൾറെഡി നല്ല തണുപ്പുള്ള ഏരിയടാ. കാട് ഭാഗമല്ലേ കൂടുതൽ. പിന്നെ ഇത് അവിടെ ഒരു വീട് കാണാണ്ട്. നമുക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം.
ഇപ്പോൾ കമ്പിയാണ് പോകുന്നത്. കറണ്ട് കമ്പിയാട്ടതൊക്കെ. ഇതെന്താ ഇത്ര ഹൈറ്റിൽ? അതായത് ഇത് മറ്റേ വല്ല ആണ്ട ഇത് ഇങ്ങനത്തെ പറമ്പുകളിലേക്കുള്ളത് അവിടെ. അല്ലെന്ന് കറണ്ട് കമ്പി എന്ന് പറയുന്നത് ഇത്ര ഹൈറ്റിലാവില്ലല്ലോ, പക്ഷെ പോസ്റ്റ് വലുതാവില്ലല്ലോ. അല്ല ഇത് നമ്മുടെ ഇവിടേക്കുള്ള കറണ്ട് കണക്ഷനാടാ, ഈ മോട്ടറിലേക്കുള്ള കറണ്ട് കണക്ഷനാ. വലിയൊരു കിണറുണ്ട് കേട്ടോ ഇവിടെ. ഇതിലെ വെള്ളം നല്ല വെള്ളം തന്നെയാ. അതിന്റെ ലെവൽ തന്നെ. ഇതിലെ വെള്ളം എന്ന് പറഞ്ഞാൽ കിണറെന്ന് പറയും. വീട് ആൾക്കാരുണ്ട് ഇല്ലേ, കസേരകളൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഇത് എന്തൊട്ട് സ്ഥലം, ഇത് പാർക്ക് പോലത്തെ ഒരു സ്ഥലമാണല്ലോ. കണ്ടാ സ്റ്റെപ്പൊക്കെ ഉണ്ട്. കണ്ടാ ആ തിരിച്ചിട്ടുണ്ട്. കണ്ടാ ഇത് കണ്ടാ അവിടെ സ്ഥലം നൈസ് വൈബില് ഒരു സ്ഥലം, ഒരു മാവ്. അത് ശരിക്കും അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരാനുള്ള ഒരു വഴിയാട്ടാ. പക്ഷെ എന്തായാലും നല്ല രസമായിട്ട് അവിടെ. ആൾക്കാർ സൗണ്ട് കേൾക്കുന്നുണ്ട്. അതവിടെ അവിടെ മേലെ ആൾക്കാർ സൗണ്ട് ഇവിടെ കേൾക്കുന്നുണ്ട്. അത് കേൾക്കും. പിന്നെ കണ്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റെപ്പുകൾ. ഇപ്പൊ ഇവിടെ ആരും അങ്ങനെ ഇറങ്ങണമെന്നില്ല, കാരണം ഇവിടെ ആരും ഇല്ല ഇനി. അല്ല അതിന്റെ ഇപ്പൊ പണി നടന്നുകൊണ്ടിരിക്കും. കാരണം ഇങ്ങനെയുള്ള അല്ല ഇങ്ങനത്തെ സാധനമൊക്കെ ഇപ്പൊ അടുത്ത് പണിത പോലെയാണ് തോന്നണേ കണ്ടട്ടെ. ആ അല്ല ഇതിപ്പോഴേ ഒരു നമ്മുടെ പൂമല ഡാമില്ല നമ്മുടെ അവിടുത്തെ, അതൊക്കെ ഇപ്പോൾ ഒരു നാട്ടിലെടുത്ത് കഴിഞ്ഞാൽ പറ്റിയൊരു പ്ലേസ് ആണ്. പക്ഷെ ഉണ്ടോ ഇങ്ങനത്തെ കുറേ സ്ഥലങ്ങൾ. ചെക്ക് ഡാം കാണുന്ന പൈപ്പുകളൊക്കെ ഇല്ലേ, ഇതൊക്കെ ഇവിടെ താഴെയുള്ള വീടുകളിലേക്കുള്ള വെള്ളം പോണതാട്ടാ. അതായത് ഓരോ വീടുകളിലേക്കുള്ളതായിരിക്കും, അല്ലെങ്കിൽ ഓരോ ടാങ്കുകളിലേക്കോ മറ്റുള്ളതായിരിക്കും. പിന്നെ അത് കൂടെ ആ ചെക്ക് ഡാമിൽ നിന്ന് വരുന്ന വെള്ളം ഒഴുകി പോണ സ്ഥലമായിട്ടത്. നല്ല രസമുണ്ടല്ലേ. ഓ അവിടെ മറ്റേ ലോക്ക് തുറക്കാനുള്ളതാവൂല അത്, ആ ഒരു ഇരുമ്പോണ്ട് മൂടി വെച്ചിട്ടുള്ളത്. ആ കണക്ഷനാടാ പോയിട്ടുള്ളത്. അത് അടി കൂടെ ഒരു ഇതാണ് പൈപ്പ്, ഒരു വലിയ പൈപ്പ് ഇട്ടിട്ടുള്ളതാ. നല്ല പൈപ്പ് നിനക്ക് പറ്റുമോ? വേണ്ട, ആവശ്യമില്ലാത്ത സമയത്ത് ആവശ്യമില്ലാത്ത മോട്ടിവേഷൻ തന്ന് പലപ്പോഴും നീ എന്നെ കൊടുക്കിയിട്ടുണ്ട്. എന്നിട്ട് പൈപ്പ് ലൈൻ, നമ്മുടെ പൈപ്പ് ലൈൻ എന്താ ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് വെള്ളം വരുന്നത്. ഉണ്ടോ ഇങ്ങനെ വെള്ളം വരുന്നത് ഇന്നാണ് ഇറങ്ങി 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 അതിലേക്ക് പോകും. അപ്പുറത്തൊരു വഴിയുണ്ട് കേട്ടോ, അത് വേറെ രസമാണ്. ശരി ഇതിൽ വെള്ളം കുടിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കുളിക്കാനൊക്കെ ഇരിക്കായിരുന്നു. അതല്ലേ വലിയ സാധനം.
അപ്പോൾ എല്ലാവരും വരിക. അതെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.